അമ്മയെ പരിചരിച്ചത് മലയാളി നേഴ്സായിരുന്നു. ഓരോ മണിക്കൂറിലും മലയാളി നേഴ്സ് അമ്മയെ പരിചരിച്ചു. നേഴ്സുമാർ, മലയാളികളായ നേഴ്സുമാർ ലോകത്തിന്റെ എല്ലാ കോണിലുമുണ്ട്. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മഹാറാലി നടന്നു. ആ മഹാറാലിയിൽ പങ്കെടുത്ത് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയായിരുന്നു. എന്നാൽ അമ്മ സോണിയാഗാന്ധി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനാൽ അദ്ദേഹം ഈ പരിപാടിക്ക് പങ്കെടുത്തില്ല. അദ്ദേഹം പകരം പങ്കെടുത്തത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. എന്നാൽ ഈ പരിപാടിയെ ഓൺലൈനിലൂടെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഏറ്റെടുത്തിരിക്കുന്നത്. തന്റെ അമ്മയെ പരിചരിച്ച മലയാളി നേഴ്സിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തുകയാണ്. ഇതിപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയായി ജയിച്ച രാഹുൽ ഗാന്ധി അവിടെയുള്ള വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തിയപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സിനടുത്തേക്ക് ഓടിയെത്തി. ആ നേഴ്സായിരുന്നു രാഹുൽ ഗാന്ധി, പിറന്നു വീണ രാഹുൽ ഗാന്ധിയെ ആദ്യമായി കയ്യിലെടുത്ത വ്യക്തിത്വം. അവർക്ക് സമ്മാനങ്ങളുമായി ആണ് അന്ന് രാഹുൽ ഗാന്ധി എത്തിയത്. അതേപോലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്റെ അമ്മ സോണിയാഗാന്ധിയെ പരിചരിച്ച മലയാളി നേഴ്സിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്. ലോകത്തെല്ലായിടത്ത് പോയാലും മലയാളി നേഴ്സുമാരുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്ത് ഒരു കാവൽ മാലാഖയെ പോലെയാണ് മലയാളി നേഴ്സുമാരുടെ സേവനമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ആ രാഷ്ട്രീയമാണ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാര കേരളത്തിലുണ്ട്. കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ ബദ്ധവൈരികളായ CPM-ഉം BJP-യും കൈകോർക്കുകയാണ്. BJP CPM അന്തർധാര ജനങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയാൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഗ്യാരണ്ടികൾ കേരളത്തിൽ നടപ്പിലാകാതിരിക്കാൻ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരാൻ BJP-യെ കൂട്ടുപിടിച്ച് അവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ടാക്കി കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാണ് CPM-ഉം BJP-യും ശ്രമിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന BJP-യും കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന CPM-ഉം കൈകോർത്ത കോൺഗ്രസിന്റെ പരാജയം ഉറപ്പാക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും ഇത് കേരളത്തിലെ ജനങ്ങളുടെ വികസനമെന്ന സ്വപ്നമാണ് തകർക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു. മറ്റൊന്ന് അദ്ദേഹം പറയുന്ന ഒരു ഗുരുതരമായ ആരോപണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അഴിമതി കേസുകൾ എവിടെയും എത്താത്തതിന് കാരണം BJP CPM ഡീലാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനെതിരെ അടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഓരോ തവണയും മാറ്റിവെക്കുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നു. ഇതിനെല്ലാം പിന്നിൽ ഒരു അന്തർധാരയുണ്ട്. CPM BJP ഡീലിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയും കുടുംബത്തിനുമെതിരായ അഴിമതി കേസുകൾ എവിടെയും എത്താതെ പോകുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികൾ അടക്കം നടത്തുന്ന അന്വേഷണങ്ങൾ എവിടെയും എത്താതെ പോകുന്നതിന് പിന്നിൽ ഈ അന്തർധാരയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP-യുമായി നടത്തിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് പവിത്രമായ ശബരിമലയെ കുറിച്ചാണ്. പുണ്യ 18-ാം പടിക്കുമേതെ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ വിഗ്രഹം, ആ അയ്യപ്പ വിഗ്രഹം കാണാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നും കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരാണ് ശബരിമലയിലേക്ക് എത്താറ്. ശബരിമലയിൽ പോലും CPM വെറുതെ വിടുന്നില്ലെന്നും അയ്യപ്പന്റെ സ്വർണം കവർന്നവരാണ് കേരളം ഭരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ രാഹുൽ ഗാന്ധി പറയുന്നു, കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ആശയും ആവേശവും എല്ലാം പ്രത്യാശയും പ്രതീക്ഷയുമെല്ലാമായ അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകളാണ് കേരളം ഭരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ഇടതു സർക്കാരിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത്. ശബരിമലയെ ബഹുമാനിക്കാത്തവർ, അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിക്കുക എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശബരിമല അയ്യപ്പൻ കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത അയ്യന്റെ മുന്നിലെത്തി തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറഞ്ഞ പൊട്ടിക്കരയുന്ന അയ്യപ്പ ഭക്തർ. കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ക്ഷേത്രമാണ് ശബരിമലയിലെ വനാങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രം. ആ അയ്യപ്പ ക്ഷേത്രത്തെയും ശബരിമല അയ്യപ്പനെയും ധർമ്മശാസ്താവിനെയും ബഹുമാനിക്കാത്ത ആളുകൾ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിക്കുക എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അമ്മ സോണിയാഗാന്ധിക്ക് അസുഖബാധിതരായതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്തെ 10,000-ങ്ങൾ പങ്കെടുത്ത ആ റാലിയിൽ വരാതിരുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിലേക്ക് എത്തും. കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും.
കോൺഗ്രസിന് അധികാരത്തിലെത്തിയിട്ട് മാത്രമേ ഇനി തനിക്ക് വിശ്രമമുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും രാഷ്ട്രീയ കേരളം കാതോർക്കുകയാണ്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് മാറാൻ പോവുകയാണ്.